എല്ലാവർക്കും നമസ്കാരം. അപ്പം നമുക്കിന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇഞ്ചി കൃഷിയെക്കുറിച്ചാണ്. ഇഞ്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ഭക്ഷണമായും ഔഷധമായും അതോടൊപ്പം തന്നെ നമ്മൾക്ക് എപ്പോഴും നമ്മുടെ ഒരു സുഗന്ധവ്യഞ്ജനമായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ്. ഇഞ്ചി ഉണങ്ങി വരുന്നതാണ് ചുക്ക്. ശരിക്കും എല്ലാവരും പറയുന്ന പണ്ട് മുതലേ ഒരു പല്ലവി പോലെ പറയും, ചുക്കില്ലാത്ത കഷായമില്ലെന്ന്. അതായത് എല്ലാ മെഡിസിനൽസിലും നമ്മൾ ആയുർവേദത്തിലെല്ലാം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒന്നാണ് ചുക്ക്. അപ്പം നമുക്ക് ഇഞ്ചി കൃഷി എങ്ങനെ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യുന്ന എങ്ങനെയാണെന്നും അതോടൊപ്പം തന്നെ വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം നമുക്ക് ഇഞ്ചി കൃഷി ചെയ്യാനായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത് നല്ല വിത്താണ്. പലപ്പോഴും പലരും വിത്ത് ഗുണം 10 ഗുണം എന്ന് പറഞ്ഞ മാതിരി വിത്ത് മോശമായ വിത്തുകൾ, ഇത് ഊരൻ കയറിയതോ അതുപോലെയുള്ള വിത്തുകൾ ഒരു കാരണവശാലും ഇഞ്ചി നടാനായിട്ട് ഉപയോഗിക്കരുത്. അപ്പോൾ ഇഞ്ചി നമ്മൾ നടാൻ ഉപയോഗിക്കുമ്പോൾ പല തരത്തിലുള്ള ഇഞ്ചികളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഓരോന്നിനും ഓരോ പർപ്പസാണ്. ഇനങ്ങൾ പറയുവാണെങ്കിൽ ആതിര, കാർത്തിക, അശ്വതി, ചന്ദ്ര, ചിത്ര, അതോടൊപ്പം തന്നെ വരദ, രജത, മഹിമ, ഹിമാചൽ, അങ്ങനെ പല വെറൈറ്റി ഉണ്ട് ഈ ഇഞ്ചി തന്നെ. അതായത് ഓരോന്നിനും ഓരോ പർപ്പസ് എന്ന് വേണേൽ പറയാം. നമുക്ക് ചിലതിന് ചുക്കിന് വേണ്ടി മാത്രം നമ്മൾ ഉപയോഗിക്കുന്നു, ചിലത് നമ്മൾ എക്സ്ട്രാക്ട് എടുത്ത് അതായത് തൈലങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നു, മറ്റു ചിലത് നമ്മൾ പച്ച ഇഞ്ചിക്കായിട്ട് ഉപയോഗിക്കുന്നു. അപ്പം അത് പച്ച ഇഞ്ചിക്ക് യോജിച്ചത് അശ്വതി, ചന്ദ്ര തുടങ്ങിയ ഇനങ്ങളാണ്. പക്ഷേ ചുക്കിന് വേണ്ടി ഉപയോഗിക്കുന്നത് കൂടുതലും ചിത്ര എന്നുള്ളത്. കാരണം നമ്മൾ ഉണങ്ങിയാൽ കൂടുതൽ വെയിറ്റ് ഉണ്ടാകുന്ന ഇന ഇഞ്ചിയാണ് ചിത്ര. അതോടൊപ്പം തന്നെ നമ്മൾ സത്തിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ആതിര, അതോടൊപ്പം തന്നെ കാർത്തിക തുടങ്ങിയ ഇനങ്ങൾ. അപ്പം ഏകദേശം പിന്നെ ഹിമാചൽ ഉണ്ട്. ഇങ്ങനത്തെ വെറൈറ്റി ആയിട്ടുള്ള ഇനങ്ങളാണ് ഇഞ്ചി നമുക്ക് കൂടുതലായിട്ടുള്ളത്. അപ്പം ഇഞ്ചി നമ്മൾ നടാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു വ്യാവസായിക അടിസ്ഥാനത്തിലും നടാം. എന്നാലും നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് വേണ്ട ഇഞ്ചി എത്രത്തോളം നമുക്ക് വാങ്ങുന്ന ഇഞ്ചിയിൽ നിന്ന് നമുക്ക് തന്നെ ധാരാളം ഇഞ്ചി നട്ട് അതിൻ്റെ ഗുണം കിട്ടുകയും ചെയ്യും. നമുക്ക് നല്ല ഒരു രീതിയിലുള്ള കീടങ്ങളില്ലാതെ വളർത്തിയെടുക്കാം. അതുപോലെ തന്നെ ഒരു രീതിയിലെ കെമിക്കൽസ് ഉപയോഗിക്കാതെ നമുക്ക് ഇഞ്ചി വളർത്തിയെടുക്കാം. ഇത് രണ്ടും ഞാനിപ്പോൾ ഇവിടെ പറയുന്നുണ്ട്. അപ്പം വ്യാവസായികാടിസ്ഥാനത്തിൽ നമ്മൾ ഇഞ്ചി നടുന്ന എങ്ങനെയാണെന്ന് പറയുന്നത്, ആദ്യം തന്നെ നമുക്കറിയാം ഈ ഇനങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ഇനങ്ങൾ തിരഞ്ഞെടുക്കണം. നമുക്ക് ഏത് പർപ്പസിനാണ് വ്യാവസായികാടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞല്ലോ, അതായത് നമ്മൾ ഇഞ്ചിയായിട്ട് വിൽക്കാനാണോ അതോ നമ്മൾ ചുക്കായിട്ട് എടുക്കാനാണോ അതോ തൈലത്തിനാണോ എന്ന് വെച്ചാൽ അതനുസരിച്ചാണ് വേണ്ടത് നമ്മൾ വിത്ത് തിരഞ്ഞെടുക്കാനായിട്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മൾ വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ നിർബന്ധമായും ക്വാളിറ്റി, ഏറ്റവും നല്ല ഇനം, അതായത് നമ്മൾ എടുക്കുന്ന സ്ഥലത്തെ വിത്ത് വേണേൽ നോക്കി കണ്ടിട്ട് വേണം എടുക്കാൻ. കാരണം എവിടെയാണോ ഏറ്റവും കേടില്ലാത്തതും അതുപോലെ തന്നെ പുഴുക്കുത്തില്ലാത്തതും അതുപോലെ തന്നെ പലതരത്തിലുള്ള നീരൂറ്റി കുടിക്കുന്ന ഇതുണ്ട്, മണ്ണിൽ കൂടി വരുന്ന നിമാവിരകൾ, അതൊന്നും ഇല്ലാത്ത ഒരിടത്തു നിന്ന് നമ്മൾ ശേഖരിക്കുന്ന വിത്തുകളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. പിന്നെ അടുത്തത്, വിത്തുകൾ നമ്മൾ എടുത്തു വെച്ചാലും നല്ല മൂപ്പെത്തിയ ഇഞ്ചിയാണ്. നമുക്കറിയാം ഇഞ്ചി നമ്മൾ ഇഞ്ചിയായിട്ട് ഉപയോഗിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ 6 മാസം മതി. 6-ാം മാസം തൊട്ട് നമുക്ക് ഇഞ്ചിയായിട്ട് ഉപയോഗിക്കാം. എന്നാൽ വിത്തിനായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ 7, 8, 9 മാസം വരെ 9 മാസം വരെ നമുക്ക് ഉള്ള വിത്തുകളെ എടുക്കാം. അത്രയും മൂപ്പ് വേണം, അത്രയും മൂപ്പെത്തിയ വിത്ത്. അപ്പം മൂപ്പെത്തിയ വിത്തുകൾ നമ്മൾ ശേഖരിച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 25-നും 27-നും ഇടയ്ക്കുള്ള സെൻറ്റിഗ്രേഡുള്ള ഊഷ്മാവിൽ സൂക്ഷിച്ചു വെക്കണം. അത് സൂക്ഷിക്കുന്നത് വളരെ ശ്രദ്ധയോടെ, അതിനകത്ത് ഒരു രീതിയിലുള്ള കീടങ്ങളും കയറാത്ത രീതിയിൽ നല്ല രീതിയിൽ സൂക്ഷിച്ചിട്ട് വേണം ഇഞ്ചി വിത്തിനായിട്ട് ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ഇഞ്ചി വിത്ത് എടുക്കുന്നു. അപ്പോൾ ഇഞ്ചി വിത്ത് നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം വേണ്ടത് ഇത് നമ്മൾ സ്യൂഡോഗ്രോ, SPC സ്യൂഡോഗ്രോയിൽ മുക്കി വെക്കണം. കാരണം ആദ്യമേ തന്നെ അതിനകത്ത് ബാക്ടീരിയ വിമുക്തമാക്കണം നമ്മുടെ വിത്തിനെ. അതിനുവേണ്ടി നമ്മൾ എടുക്കേണ്ടത് പച്ച ചാണകത്തിൻ്റെ പാലാണ്. പച്ച ചാണകം പാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, 20 ഗ്രാം പച്ച ചാണകം വെള്ളത്തിൽ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കുക. അതാണ് ഈ ചാണകപ്പാൽ എന്ന് പറയുന്നത്. അതിനകത്തേക്ക് നമ്മൾ 5 ml SPC സ്യൂഡോഗ്രോ അത് മിക്സ് ചെയ്യുക. എന്നിട്ട് 1 കിലോ നമ്മുടെ ഇഞ്ചി, ഞാൻ പറഞ്ഞ പോലെ ഏത് ഇഞ്ചിയാണ് നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഇഞ്ചി മുക്കി വെക്കണം.
മുക്കി വെച്ചിട്ട് നമ്മൾ അരമണിക്കൂർ ആ വെള്ളത്തിൽ മുക്കി വെച്ച ശേഷം അതിനെ എടുത്തിട്ട് തണലത്ത് ഉണക്കണം. തണലത്ത് ഉണക്കിയിട്ട് അതിൻ്റെ എടുത്ത് നോക്കിയിട്ട് അതിനകത്ത് മുള നോക്കണം. മുളകൾ നോക്കിയിട്ട് 1 2 അതിലധികമോ മുളകളുള്ള ഓരോ പാർട്ടായിട്ട് മുറിക്കണം. ഈ മുറിക്കുന്ന പീസസിന് 15 ഗ്രാം എങ്കിലും വെയിറ്റ് വേണം. അതൊക്കെ നോക്കി വേണം നമ്മൾ വിത്ത് എടുക്കാനായിട്ട്. അങ്ങനെ എടുക്കുന്ന വിത്തുകളാണ് നമ്മൾ നടാൻ ഉപയോഗിക്കുന്നത്. അപ്പം നടാൻ ഉപയോഗിക്കുമ്പം സാധാരണ വെറുതെ കൊണ്ട് നടുവല്ല ചെയ്യേണ്ടത്, എപ്പോഴും കണ്ടം വെട്ടണം, ഇഞ്ചിക്കണ്ടം വെട്ടണം. ഇഞ്ചിക്കണ്ടം വെട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മീറ്റർ നീളവും 1 മീറ്റർ വീതിയുമുള്ള ഓരോ ചതുരത്തിൽ മണ്ണ് കൂട്ടിയെടുക്കുകയാണ്. ആ മണ്ണ് കൂട്ടിയെടുക്കുന്നതിലും പ്രത്യേകത, മണ്ണിൻ്റെ പൊക്കിയെടുക്കുന്നത് 1 അടി പൊക്കത്തിലായിരിക്കണം. അപ്പം പിന്നെ ഈ 3 അടി എന്നുള്ളത് ചിലർ 3 മീറ്റർ എന്നുള്ളതിന് 6 മീറ്റർ വരെയൊക്കെ ആക്കാം കേട്ടോ. അത് നമുക്ക് നീളം വേണേൽ വ്യത്യാസപ്പെടാം. പക്ഷെ ഈ രീതിയാണ് നമ്മൾ ജനറലായിട്ട് പറയുമ്പോൾ 3 മീറ്റർ ഇൻറ്റു 1 മീറ്റർ എന്നുള്ള ആ ഒരു ചതുരാകൃതിയിലുള്ള കണ്ടങ്ങളാണ് വെട്ടുന്നത്. ഇങ്ങനെ കണ്ടങ്ങൾ വെട്ടിയിട്ട് അതിനകത്ത് നമ്മൾ സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ നല്ല നീർവാർച്ചയുള്ള സ്ഥലമായിരിക്കണം. അതോടൊപ്പം തന്നെ നല്ല വെയിൽ ഉള്ള സ്ഥലം. പക്ഷേ ഇഞ്ചിയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വെയിൽ വേണമെന്നില്ല, കുറച്ചൊക്കെ തണലത്തും ഇത് വളരും. പിന്നെ നമുക്കിത് നടുമ്പോൾ നമുക്ക് തെങ്ങിൻ തോപ്പിൽ നടാം, കവുങ്ങിൻ തോപ്പിൽ നടാം, കണ്ടത്തിൽ നടാം, ഗ്രോ ബാഗിൽ നടാം, അതോടൊപ്പം തന്നെ തുറസായ സ്ഥലത്ത് നടാം. നമുക്ക് ഇഷ്ടമുള്ളിടത്ത് വേണമെങ്കിൽ ഈ ഇഞ്ചി നട്ട് നമുക്ക് വളർത്തിയെടുക്കാം. അപ്പം നമ്മൾ ഇതുപോലെ കണ്ടം വെട്ടുക എന്നുള്ള നിർബന്ധമാണ്. ഇപ്പം കണ്ടം വെട്ടുന്നതിന് മുമ്പായിട്ട് ഞാൻ പറഞ്ഞല്ലോ, നീർവാർച്ചയുള്ള സ്ഥലമായിരിക്കണം. അവിടെ നമ്മൾ ആദ്യം തന്നെ ഒരു കണ്ടത്തിലേക്ക് 250 ഗ്രാം PH ബൂസ്റ്ററും 250 ഗ്രാം ബയോ പവറും അതോടൊപ്പം തന്നെ 100 ഗ്രാം ബയോഗ്രീനും ഈ മണ്ണിൽ മിക്സ് ചെയ്തിട്ട് ആ അവിടത്തിലാണ് നമ്മൾ കണ്ടം വെട്ടിയെടുക്കേണ്ടത്. അപ്പോൾ കണ്ടം വെട്ടിയെടുത്ത സ്ഥലത്താണ് നമ്മൾ ഇഞ്ചി നടേണ്ടത്. അപ്പോൾ ഇഞ്ചി നടുന്നതിന് മുമ്പ് നമ്മൾ നിർബന്ധമായിട്ടും ഒരു കാര്യം കൂടി ചെയ്യണം, ട്രൈക്കോ കെയർ സമ്പുഷ്ടീകരിച്ചെടുക്കണം. ട്രൈക്കോ കെയർ സമ്പുഷ്ടീകരിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ മുതലേ പറഞ്ഞിട്ടുണ്ട്, ഒന്നുകൂടി പറയാം. ഉണങ്ങിയ ചാണകപ്പൊടി 90 കിലോ, അതല്ലെങ്കിൽ നമ്മുടെ ഭൂമി ഇത്ര 90 കിലോ, അതോടൊപ്പം തന്നെ വേപ്പിൻ പിണ്ണാക്ക് 10 കിലോ, അതോടൊപ്പം 1 കിലോ ട്രൈക്കോ കെയർ SPC. ഇത് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഞ്ചിക്ക് നമുക്കറിയാം എപ്പോഴും ഉള്ളൊരു പ്രശ്നമാണ് വാട്ടരോഗം. അതായത് അതൊരു പ്രത്യേകതരം ഫംഗസാണ്. ഈ ഫംഗസ് രോഗം ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ നിർബന്ധമായിട്ടും നമ്മൾ ട്രൈക്കോ കെയർ സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടിയോ ഭൂമിത്രയോ ഇട്ട് കൊടുക്കേണ്ടത്. അത് ഇടുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇഞ്ചി കണ്ടം ആദ്യം വെട്ടുന്നു. വെട്ടിയ ശേഷം ഓരോ 25 സെൻറ്റിമീറ്റർ അകലം വെച്ച് ഓരോ കുഴി എടുക്കുന്നു. ഓരോ കുഴിയുടെയും താഴ്ച ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ ചിരട്ടയുടെ അത്രയും താഴ്ച മതി. അങ്ങനെ ഓരോ കുഴി എടുത്തിട്ട് ഓരോ കുഴിയിലും നമ്മൾ ഇതുപോലെ സമ്പുഷ്ടീകരിച്ച ട്രൈക്കോ കെയർ 25 ഗ്രാം വെച്ച് ഓരോന്നിൻ്റെയും അകത്തിടുന്നു. ഇങ്ങനെ ഇട്ട ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സ്യൂഡോഗ്രോയിൽ ചാണകപ്പാൽ മുക്കിയ അതിൽ നമ്മൾ തണലത്ത് വെച്ച് ഉണക്കി 15 ഗ്രാമുള്ള 1 2 മുളകളുള്ള നമ്മുടെ വിത്ത് എടുത്ത് ഓരോന്നിൻ്റെതും വെച്ച് കൊടുക്കുന്നു, മൂടുന്നു. ഇതിന് ശേഷം നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മൾ മൾച്ചിങ് ചെയ്യണം. മൾച്ചിങ് മീൻസ് എന്തെങ്കിലും പച്ചില കൊണ്ട് അതിൻ്റെ മുകളിൽ മൂടണം. പച്ചിലകൾ നമുക്ക് പലതരത്തിലുള്ള പച്ചിലകളൊക്കെ. നമുക്ക് ഏറ്റവും നല്ലത് ശീമക്കൊന്നയാണ്. ശീമക്കൊന്ന ആണെങ്കിൽ നമുക്കറിയാം അതിനകത്ത് നൈട്രജൻ കിട്ടുന്നു. അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള കീടങ്ങളെ നശിപ്പിക്കാനുള്ള കഴിവും ശീമക്കൊന്നയ്ക്കുണ്ട്. പിന്നെ വേണേൽ മരുത് ചെയ്യാം, കാഞ്ഞിരം ചെയ്യാം. ഇനി ഓലയാണെങ്കിലും മതി. അപ്പോൾ ഇത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ഒരു കണ്ടത്തിൽ നമ്മൾ ഒരു 6 കിലോ എങ്കിലും ഇതുപോലെ പച്ച ഇലകൾ നമ്മൾ മൾച്ചിങ് ചെയ്തിരിക്കണം ആദ്യമേ നടുമ്പോൾ തന്നെ. അതോടൊപ്പം തന്നെ ഓലയാണെങ്കിൽ നമ്മളൊരു 8 കിലോ എങ്കിലും ചെയ്ത് കൊടുക്കണം. ഇത്രയാണ് ആദ്യമേ നമ്മൾ നടേണ്ട രീതി. ഇത്രയും ചെയ്ത് നട്ട ശേഷം നമുക്ക് 4 മൂലകളിലും ഇഞ്ചിപ്പയർ നട്ടു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അന്തരീക്ഷത്തിലെ നൈട്രജനെ നൊഡ്യൂൾസിൽ ഇതിൻ്റെ വേരുകളിൽ ആക്കി ചെടികൾക്ക് കൊടുക്കാൻ പറ്റിയ കഴിവ്
പയറുവർഗ്ഗങ്ങൾക്കുണ്ട്. ആ പയറുവർഗ്ഗം ഇതിൻ്റെ മൂലകളിൽ നട്ടു കഴിഞ്ഞാൽ ആ ചെടികൾ 2 ഗുണമുണ്ട്. ആ ഇഞ്ചിപ്പയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം വളരെ ഫേമസ് ആണ്, നല്ല ടേസ്റ്റാണ്, ഒരു ഇഞ്ചിയുടെയും കൂടി ഒരു ടേസ്റ്റും വരും. അതോടൊപ്പം തന്നെ ഈ നമുക്ക് ഇഞ്ചിക്ക് വേണ്ട വളങ്ങൾ ഈ നമ്മളുടെ പയറിൽ നിന്ന് കിട്ടുകയും ചെയ്യും. അപ്പം നിർബന്ധമായിട്ടും മൾച്ചിങ്, അതായത് ഇതിൻ്റെ മുകളിൽ നമ്മൾ പച്ചില കൊണ്ട് മൂടുക എന്നുള്ളത് നിർബന്ധമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് അടിസ്ഥാന വളങ്ങളായിട്ട് നമ്മൾ കൊടുത്ത് ഇഞ്ചി നടേണ്ടത്. പിന്നെ നട്ടു കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ 2-ാം മാസമാണ്. 2 മാസം ആകുമ്പോഴാണ് ആദ്യത്തെ വളം കൊടുക്കേണ്ടത്. ഞാൻ ആദ്യം പറഞ്ഞു നമ്മൾ സ്യൂഡോമോണസും ട്രൈക്കോകെയറൊക്കെ കൊടുത്ത് അതിനെ അണുവിമുക്തമാക്കി, അതായത് ഫംഗസിൽ നിന്നും ബാക്ടീരിയയിൽ നിന്നും ഒക്കെ വിമുക്തമാക്കി. ശരിക്കും പറഞ്ഞാൽ ഈ ഇഞ്ചിക്കൊക്കെ എപ്പോഴും വരുന്ന ബാക്ടീരിയ വാട്ടം, അതുപോലെ തന്നെ തണ്ട് ചീയൽ, അങ്ങനത്തെ രോഗങ്ങൾ വരും. അതുകൊണ്ടാണ് നമ്മൾ പ്രിക്കോഷനായിട്ട് എപ്പോഴും ഇതുപോലെയുള്ള സ്യൂഡോഗ്രോയും ട്രൈക്കോകെയറും ഒക്കെ കൊടുക്കുന്നത്. പിന്നെ 2 മാസം കഴിയുമ്പോൾ 2 മാസം ആകുമ്പോഴാണ് ആദ്യത്തെ വളം നമ്മൾ കൊടുക്കുന്നത്. അടിസ്ഥാന വളം കൊടുത്തു കഴിഞ്ഞാൽ 2 മാസമാകുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും കള പറിക്കണം. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ശരിക്കും ഈ ഇഞ്ചി നടുന്നത് 2 കാലഘട്ടത്തിൽ 2 രീതിയിൽ നടാം. ഒന്ന്, പ്രധാനമായിട്ടും ആളുകൾ മഴയെ ആശ്രയിച്ചാണ് ഇഞ്ചി നടാറുള്ളത്. ആ മഴയെ ആശ്രയിച്ച് നമ്മൾ നടുന്ന ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടുന്നതാണ്. ഓക്കെ. പിന്നെ അല്ലാതെ നമുക്ക് നന കൊടുക്കാൻ പറ്റുന്ന സന്ദർഭങ്ങളിലും നമുക്ക് ഇഞ്ചി നടാം. അങ്ങനെ നടുന്നതാണെങ്കിൽ ഡിസംബർ ജാനുവരി മാസങ്ങളിൽ നമുക്ക് നടാം. അപ്പം ഡിസംബർ ജാനുവരി മാസങ്ങളിൽ നന കൊടുക്കേണ്ട രീതിയിൽ നടണമെങ്കിൽ അങ്ങനെ നടാം. ഈ രീതിയിലാണെങ്കിൽ നമ്മൾ ഇതുപോലെ ഏപ്രിൽ മെയ് മാസങ്ങളിൽ, അതായത് വിഷു കഴിഞ്ഞിട്ട് ആദ്യത്തെ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞ് മണ്ണൊക്കെ ഒന്ന് നനഞ്ഞു കഴിയുമ്പോഴാണ് ആദ്യമായിട്ട് നമ്മൾ ഇഞ്ചി നടുന്നത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ 2 മാസമായി വളം നടത്തി 2 മാസമാകുമ്പോൾ ആദ്യത്തെ വളം കൊടുക്കണം. ആദ്യത്തെ വളം കൊടുക്കുമ്പോൾ തന്നെ ആ നിർബന്ധമായിട്ട് കള പറിച്ചു കളയണം. നിറച്ച് കള വന്നിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴക്കാലമാണ്, ഇത് നിറഞ്ഞു കള കാണും. ആ കളയെല്ലാം പറിച്ചു കളഞ്ഞ ശേഷം ആദ്യത്തെ വളം ഇട്ട് കൊടുക്കണം. അത് നമ്മൾ കൊടുക്കേണ്ടത് 250 ഗ്രാം ഓരോ തടമായിട്ടല്ല, ആ തടത്തേൽ വിതറി കൊടുക്കണേ. നമ്മൾ 250 ഗ്രാം pH ബൂസ്റ്റർ ഫസ്റ്റ് കൊടുത്ത് നമ്മൾ ബയോ പവറും അതോടൊപ്പം തന്നെ 100 ഗ്രാം ബയോഗ്രീനും വിതറി ഇട്ട് കൊടുക്കണം. പിന്നെ ചാരം ഉണ്ടെങ്കിൽ ചാരം ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. എന്നിട്ട് നിർബന്ധമായി 2-ാം തവണ നമ്മൾ മൾച്ചിങ് അഥവാ പച്ച ഇലകൾ കൊണ്ട് നല്ല രീതിയിൽ പൊത കൊടുക്കണം. അത് നിർബന്ധമാണ്. കാരണം ഇഞ്ചിക്ക് ഏറ്റവും പ്രധാനമുള്ള ഒന്നാണ് പൊത. അപ്പം മരുതോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ചെടി, ഇനിയിപ്പം മാവിലെയോ പ്ലാവിലെയോ എന്തെങ്കിലും ആയാലും മതി. പക്ഷെ ഒരു കാര്യം, നമ്മൾ കൊടുക്കുന്ന ഇലകളിൽ ഒരു കാരണവശാലും കീടാക്രമണം ഉള്ളതായിരിക്കരുത്. കാരണം ആ കീടങ്ങൾ ഈ ചെടിയിലേക്ക് വരും. അത് നിർബന്ധമായിട്ട് നോക്കണം. വെട്ടിയെടുക്കുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും കീടങ്ങളുടെ അത് ഉപേക്ഷിക്കുക. നല്ല ഇലകൾ മാത്രം മൾച്ചിങ്ങിനായിട്ട് ഉപയോഗിക്കുക. അപ്പം 2-ാമത്തെ വളവും നമ്മൾ കൊടുത്തു കഴിഞ്ഞു. വളം കൊടുക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ഓരോ തവണ വളം കൊടുക്കുമ്പോഴും കളപറി, വളമിടിയിൽ, അതോടൊപ്പം തന്നെ പൊതയിടിയിൽ എന്നാണ് പറയുന്നത്. പൊതയിട്ട് കഴിഞ്ഞ ശേഷം നമ്മൾ മണ്ണ് കൂട്ടി അതിൻ്റെ ചുവട്ടിലേക്ക് ഇട്ട് കൊടുക്കണം. ഓരോ തവണ ഇതിന് ശേഷം മണ്ണ് കൂട്ടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ 2-ാം മാസം ചെയ്തിരിക്കണം. നമ്മൾ ഓരോ പ്രാവശ്യവും നമ്മൾ അതിനകത്ത് ശ്രദ്ധ വേണം. എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരെണ്ണത്തിന് പഴുപ്പുണ്ടോയെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അതിന് പഴുപ്പിനുള്ള ഇത് ഞാനിപ്പോൾ തന്നെ അടുത്തതിൽ പറഞ്ഞു തരാം. എന്ത് ചെയ്യണം, പഴുപ്പുണ്ടോ അത് ഓരോ സമയത്തും അതിന് നല്ല ശ്രദ്ധ വേണം. നമുക്കറിയാം, നേട്ടത്തിൽ പാതി നോട്ടം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഓരോ സമയവും അതിൻ്റെ നോട്ടം വളരെയധികം ശ്രദ്ധിക്കണം. ഇനിയിപ്പം 2-ാം മാസം കഴിഞ്ഞ് നമ്മൾ 2-ാം മാസത്തെ ഈ വളങ്ങൾ കൊടുത്ത ശേഷം നമ്മുടെ SPCയുടെ ഹോമിയോ അഗ്രോ കെയർ നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. അത് നമ്മളൊരു പ്രിക്കോഷനായിട്ടാണ് കൊടുക്കണം. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രീതിയിലുള്ള കീടങ്ങൾ വരാതിരിക്കാനും അതോടൊപ്പം തന്നെ നമുക്ക് ആരോഗ്യത്തോടെ വളരാനുമാണ് കൊടുക്കുന്നത്. അത് നമ്മൾ കൊടുക്കേണ്ടത് 2 ഗ്രാം ഹോമിയോ അഗ്രോ കെയർ 1 ലിറ്റർ വെള്ളം എന്നുള്ള റേഷ്യോയിലെടുത്തിട്ട് ചെടികളുടെ 1/3 പോർഷനിൽ ഇളം വെയിലുള്ളപ്പോൾ മിസ്റ്റ് രൂപത്തിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഓക്കെ. അപ്പം അത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ 2-ാം മാസത്തെ പണിയും കഴിഞ്ഞു. ഇനിയും നമ്മൾ കൊടുക്കേണ്ടത് 4-ാം മാസമാണ്. അപ്പം വളം ശരിക്കും ആദ്യം അടിസ്ഥാന വളം, 2-ാം മാസം, 4-ാം മാസം, അത്രയേ ഉള്ളൂ വളം. അപ്പം 4-ാം മാസം നമ്മൾ കൊടുക്കുമ്പോഴും ഇതേപോലെ തന്നെ നമ്മൾ കളപറി, വളമിടിയിൽ, പുതയിടിയിൽ, അതുപോലെ തന്നെ മണ്ണ് കോരി കൊടുക്കൽ. ഈ സിസ്റ്റം
ആ തവണയും ചെയ്യണം. അതായത് അപ്പോഴും നമ്മൾ ചെന്നിട്ട് കള പറിച്ചു കളയണം. മൊത്തം കണ്ടത്തിലുള്ള കളകൾ മുഴുവൻ പറിച്ചു കളയുക. അതോടൊപ്പം തന്നെ നമ്മൾ വളങ്ങൾ കൊടുക്കുക. ആ സമയത്ത് നമ്മൾക്കുണ്ട് 1 കിലോ ബയോ പവർ, 1/2 കിലോ ബയോഗ്രീൻ, PH ബൂസ്റ്റർ കൊടുക്കണ്ട. ഇത് രണ്ടും വിതറി വിതറി ഇട്ട് കൊടുക്കുക. അതോടൊപ്പം തന്നെ ഇലകൾ കൊണ്ട് നല്ല രീതിയിൽ പൊതയിട്ട് കൊടുക്കുക. പൊതയിട്ട് കൊടുക്കണം. മണ്ണ് കോരി അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. ഇത് 4-ാം മാസം കൊടുക്കണം. ശരിക്കും പറഞ്ഞാൽ ഇഞ്ചിയെ സംബന്ധിച്ചിടത്തോളം 3 തൊട്ട് 4 ഉള്ള ആ മാസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഇഞ്ചി ഫോം ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ഇഞ്ചിയുടെ കാണ്ഡഭാഗം വളർച്ച പ്രാപിക്കുന്നത് ആ സമയത്താണ്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് നല്ല രീതിയിൽ വളം കൊടുക്കണം. കിട്ടുമെങ്കിൽ നമ്മൾ പിന്നെ ചാരമോ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഉണക്ക ചാണകം അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ജൈവാംശങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഓക്കെ, അപ്പം 4 മാസം ആകുമ്പോൾ തന്നെ ചെടികളുടെ വളയിടിയിൽ കഴിഞ്ഞു. ഇനിയാണ് നമ്മൾ ഒരു 6 മാസം ആകുമ്പോൾ തന്നെ അതിൻ്റെ മൂപ്പെത്തി പച്ച ഇഞ്ചിക്കുള്ള ആയിക്കഴിഞ്ഞു നമുക്ക് അത് പറിച്ചെടുക്കാം. അത്രയാണ് ശരിക്കും ആദ്യം മുതൽ ഈ ഇഞ്ചികളുടെ വളർച്ചാ ഘട്ടങ്ങളും നമ്മൾ ഇടുന്ന രീതികൾ. അപ്പം ഇത്രയാണ് ഇഞ്ചി വളർച്ചയുടെ കാര്യങ്ങൾ. ഇനിയിപ്പം ഞാൻ നേരത്തെ പറഞ്ഞു തെങ്ങിൻ തോട്ടത്തിലോ അല്ല കവുങ്ങിൻ്റെ ഇടയിലോ ഇടവേളയായിട്ട് ചെയ്യാം. അതല്ലെങ്കിൽ വയലിലോ തുറസായ സ്ഥലത്തോ ഗ്രോ ബാഗിലോ എല്ലാം നമുക്ക് ഇത് ചെയ്യാം. അപ്പം മഴയെ ആശ്രയിച്ച് ചെയ്യുവാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏപ്രിൽ മെയ് മാസങ്ങളിൽ തുടങ്ങാം. അതല്ലെങ്കിൽ ജാനുവരി മാസം നമുക്ക് ഇത് തുടങ്ങാം. പിന്നെ ചില ഇനങ്ങൾക്ക് പ്രത്യേകതയുണ്ട്. അതായത് ആതിര എന്ന ഇനം ഇഞ്ചിയും അതുപോലെ തന്നെ കാർത്തിക എന്ന ഇനം ഇഞ്ചിയും ഈ വേര് ചെയ്യൽ രോഗങ്ങൾക്ക് പ്രതിരോധ ശേഷിയുള്ള ഇനങ്ങളാണ്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ച് ആ രീതിയിൽ പറഞ്ഞു മേടിച്ചാൽ നമ്മൾ ഈ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റികളിൽ നിന്നൊക്കെ കിട്ടും. ആ ഇനം വെച്ച് കഴിഞ്ഞാൽ വേര് ചെയ്യൽ രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിനാണ്. എന്നാൽ മഹിമ എന്നുള്ള ഒരു ഇനമുണ്ട്. ആ ഇനമാണെങ്കിൽ നിമാവിരകൾ, ഇതിൻ്റെ ഏറ്റവും പ്രശ്നം കഴിഞ്ഞാൽ നിമാവിരകൾ എന്ന് പറഞ്ഞ ഒരു പ്രത്യേകതരം വിരകളുണ്ട്. ഈ വിരകൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ വേര് മുഴുവനും തിന്നിട്ട് ആ സാധനം നമുക്കറിയാം ഇഞ്ചിയെ നശിപ്പിച്ച് കളയുന്നതാണ്. അതുകൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഇനമാണ് മഹിമ. പിന്നെ രജിത എന്ന് പറയുന്ന ഒരു ഇനമുണ്ട്. അതാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തൈലം ഉണ്ടാക്കാനായിട്ട്, അതായത് മെഡിസിനൽ വാല്യൂ കൂടുതലുള്ളതാണ്. അതിന് നല്ല സുഗന്ധമുണ്ട്. അതോടൊപ്പം തന്നെ തൈലങ്ങൾ ഉണ്ടാക്കാനായിട്ടും ഒക്കെ ഉപയോഗിക്കുന്ന ഇനമാണ്. പിന്നെ വരദ എന്ന് പറയുന്ന ഒരു ഇനമുണ്ട്. ഈ വരദ ഇനത്തിന് രോഗപ്രതിരോധ ശേഷിയുള്ള ഇനമാണ്. അതിന് അധികം രോഗങ്ങളൊന്നും വരത്തില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളർച്ചാഘട്ടം 6 മാസമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ 6 മാസം കഴിഞ്ഞാൽ ആളുകൾ പലരും അത് പറിക്കാതെ അവിടെ തന്നെ ഇട്ടേക്കും. കാരണം എന്നാന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇഞ്ചിക്ക് ഏറ്റവും വില കൂടുതലുള്ളത് ജൂൺ ജൂലൈ മാസങ്ങളിൽ. അപ്പോൾ ആ മാസങ്ങളിലേക്ക് ഉള്ള രീതിയിൽ അവിടെ തന്നെ മണ്ണിട്ട് മൂടി ആളുകൾ എടുക്കുക. അപ്പം ആദ്യമേ തന്നെ നമ്മൾ നോക്കണം, ഇതിൻ്റെ കച്ചി എന്നാണ് പറയുന്നത്, ഈ ഇല, ആ ഇലകൾ നല്ല രീതിയിൽ ഉണങ്ങിക്കഴിഞ്ഞാണ് നമ്മൾ വിത്തിനുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ 8 മാസം വരെ നമുക്ക് എടുത്ത് മൂപ്പെത്തിയാലേ പറിക്കാവുള്ളൂ. മറ്റത് 6 മാസമാകുമ്പോൾ തന്നെ ഇത് പഴുത്ത് അതിൻ്റെ ഇലകൾ ഇങ്ങനെ വാടി താഴോട്ട് വീഴും. ആ സമയത്താണ് നമ്മൾ എടുക്കുന്നത്. ഇനി നമുക്ക് വാങ്ങാൻ കിട്ടും. നമ്മൾ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റികളിൽ നിന്നൊക്കെ നമുക്ക് പോട്രേകളിൽ നമുക്ക് ഇതുപോലെയുള്ള ഇഞ്ചി വിത്തുകൾ വാങ്ങാൻ കിട്ടും. അങ്ങനത്തെ വിത്തുകൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയും ചെയ്യാം. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഏതാണ്ടൊരു 45 ദിവസം പാകമായ തൈകൾ. അപ്പം അത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ കറിക്ക് വാങ്ങുന്നതോ അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്നതോ ആയ വലിയ ഇഞ്ചികളാണ്. അതിനകത്ത് നമുക്ക് നോക്കുമ്പോൾ മുളകളുള്ള പീസസ് കാണും. ആ പീസസിനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ വെറും 5 ഗ്രാം മതി. മറ്റേത് ഞാൻ പറഞ്ഞല്ലോ 15 ഗ്രാം വേണം. നമ്മൾ മറ്റൊരു രീതിയിൽ നിന്നാണ്. ഇതിന് വെറും 5 ഗ്രാം മാത്രമുള്ള പീസസായിട്ട് മുളയുള്ള ഭാഗത്തുനിന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചാണകപ്പാൽ, അതായത് 20 ഗ്രാം പച്ചച്ചാണകം എടുത്തിട്ട്, അതതിന് ഇല്ല എന്ന് വെച്ചാൽ പച്ചച്ചാണകം എല്ലായിടത്തും കാണുമെന്ന് വരില്ല, ഇല്ലെങ്കിൽ നമ്മുടെ സ്യൂഡോ ഗ്രോ മതി. 5 ml
1 ലിറ്റർ വെള്ളം എന്നുള്ള റേഷ്യോയിൽ സ്യൂഡോഗ്രോ ഡൈല്യൂട്ട് ചെയ്തിട്ട് അതിലേക്ക് നമ്മുടെ ഈ നമ്മൾ ചെറുതായിട്ട് ഒന്നോ രണ്ടോ മുകുളങ്ങളുള്ള ആ പീസസ് ഇടുക. ഇട്ടിട്ട് അരമണിക്കൂർ നമ്മൾ അവിടെ അതിൽ തന്നെ ഇട്ടുകൊണ്ടിരിക്കുക. അരമണിക്കൂറിന് ശേഷം അത് തണലത്തിട്ട് ഉണക്കിയെടുക്കുക. ഈ സാധനം നമുക്ക് പോട്രേകളിൽ ചെയ്യാം. പോട്രേയിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം തന്നെ പോട്രേ തയ്യാറാക്കണം. അതിന് 2:1 എന്നുള്ള റേഷ്യോയിൽ നല്ല ഉണങ്ങി പൊടിഞ്ഞ ചാണകവും അതോടൊപ്പം തന്നെ കൊക്കോപ്പിറ്റ് എന്ന് വെച്ചാൽ ചകിരിച്ചോറ്, അതായത് ചകിരിച്ചോറ് 2 പാർട്ടും അതോടൊപ്പം തന്നെ നല്ല ഉണങ്ങി പൊടിഞ്ഞ ചാണകം 1 പാർട്ടും, ഇത് രണ്ടും പുട്ടുപരുവത്തിൽ നമ്മൾ നനച്ചെടുക്കണം. നനച്ചെടുത്തിട്ട് ഓരോ പോട്രയുടെയും അടിഭാഗത്തേക്ക് പകുതി ഭാഗം നിറയ്ക്കണം. അത് നമ്മൾ ഞെക്കി നിറയ്ക്കണം. ഓക്കെ, അങ്ങനെ ഞെക്കി നിറച്ച ശേഷം ഈ ഞാൻ നേരത്തെ പറഞ്ഞ 5 ഗ്രാമുള്ള ഒന്നോ രണ്ടോ മുകുളങ്ങളുള്ള ആ പീസ് ഈ പോട്രയിലേക്ക് നമ്മൾ ഞെക്കി വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടി നമ്മളുടെ പോട്ടി മിക്സി അടച്ച് ഞെക്കി വെക്കുക. പിന്നെ ഇതിന് എപ്പോഴും നന കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ആഴ്ചയിൽ ഒന്നൊക്കെ നനച്ചാൽ മതി. കാരണം നമ്മൾ ഇതിന് എടുത്തതിന് തന്നെ പുട്ടുപരുവത്തിൽ നനയുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ അതിന് വലിയ നന കൊടുക്കാതെ അത് അവിടെ കിളുത്തു വരും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അതിൽ നമുക്ക് ഏത് കാലത്തും നമുക്ക് ഇതിങ്ങനെ ചെയ്യാം. കാരണം നമ്മൾ എപ്പോഴാണോ നമ്മുടെ വീട്ടിൽ ഇതുപോലെ ഇഞ്ചി വിത്ത് മുള ഇഞ്ചികൾ ഉള്ളത് അപ്പോഴൊക്കെ നമുക്ക് ഒരു പോട്രയിൽ നമുക്കറിയാം 50 ഹോൾസ് ഉണ്ടാവും. ഈ 50 ഹോൾസിലും നമുക്ക് ഇതുപോലെ നട്ട് എപ്പോഴും നടുക. 45 ദിവസം കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഗ്രോ ബാഗിലോ വല്ലതും ഇടാം. അപ്പം ഇതിന് ചെയ്യുന്ന രീതിയാണ് ഞാൻ പറയുന്നത്. അപ്പം ആദ്യമേ നമുക്ക് കിട്ടുന്ന ഇപ്പോൾ ഒരു 5 മുളയാണ് നമുക്ക് 5 കഷ്ണമാണ് കിട്ടുന്നതെങ്കിൽ ആ ആദ്യത്തെ ലൈനിൽ 5 എണ്ണത്തിൽ ഇതേപോലെ തന്നെ പകുതി ഭാഗം പൊട്ടി മിശ്രിതം നിറച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ 5 ഗ്രാമുള്ള ഈ പീസ് വെക്കുക. അതിൻ്റെ മുകളിൽ വീണ്ടും പൊട്ടി മിശ്രിതം നിറച്ച് അവിടെ വെക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എപ്പോൾ കിട്ടുന്നോ അപ്പോൾ പിന്നെയും ചെയ്യാം. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അത്രയും സാധനം കിട്ടും. പക്ഷെ അങ്ങനെ ചെയ്യുന്നതിൽ ഒരു വ്യത്യാസമുണ്ട്. നമ്മൾ ഓരോ ആഴ്ചയും നമ്മൾ ഇതിനകത്ത് നമ്മുടെ FH, അതായത് ചെടിക്ക് ചെറിയ ഗ്രോത്ത് വേണമല്ലോ, നമുക്ക് അടിയിൽ നിന്നുള്ള അധികം കിട്ടുന്നില്ല. FH 3 ml 1 ലിറ്റർ വെള്ളം എന്നുള്ള റേഷ്യോയിലെടുത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ചെടി പെട്ടെന്ന് അങ്ങ് വളർന്നോളും. കാരണം അടിയിൽ നിന്നുള്ള അധികം വളം കിട്ടുന്നില്ല, പക്ഷെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് നല്ല രീതിയിൽ വളർച്ചയുണ്ടാവും. 45 ദിവസം വരെ അത് അങ്ങനെ വളർന്നു വരും. ഒരു 5 ഇല പ്രായമാകുമ്പോൾ നമുക്കെടുത്ത് ഞാൻ പറഞ്ഞല്ലോ, ഗ്രോ ബാഗിൽ അല്ലെ കണ്ടത്തിലോ നടാം. നടുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇതിന് 45 ദിവസം പ്രായമായ ഒരു തൈയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം വളം കൊടുക്കുമ്പോൾ ഓരോ കുഴിയിലും ഞാൻ നേരത്തെ പറഞ്ഞ 25 ഗ്രാം ട്രൈക്കോകെയർ സമ്പുഷ്ടീകരിച്ച് ഇടണം. പക്ഷെ ഇത് 50 ഗ്രാം ഇടണം. അതോടൊപ്പം നേരത്തെ ഞാൻ പറഞ്ഞ വളത്തിൻ്റെ എല്ലാം ഇരട്ടി വളങ്ങൾ ഇട്ടിട്ട് വേണം ആദ്യമേ നമ്മുടെ തടം ഉണ്ടാക്കാനും അതോടൊപ്പം തന്നെ നമ്മൾ ട്രൈക്കോകെയർ സമ്പുഷ്ടീകരിച്ച വളം ഇടാനും എല്ലാം ഇരട്ടി ഇട്ട് കൊടുക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന മൾച്ചിങ്ങും നല്ല രീതിയിൽ കൊടുക്കേണ്ടതാണ്. കാരണം 45 ദിവസം കഴിഞ്ഞു, ഇത് ഇവിടെ തന്നെ വളർച്ച കഴിഞ്ഞു. പിന്നെ ആ രീതിയിൽ ചെയ്യുവാണെങ്കിൽ എന്നാ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മഴയത്തും എല്ലാം നമുക്ക് പോട്രയിൽ ചെയ്യാൻ പറ്റും. മാത്രമല്ല ഏത് കാലത്തും നമുക്ക് കൃഷി ചെയ്യാനും പറ്റും. പിന്നെ അടുത്തത് നമ്മൾ ഗ്രോ ബാഗിലാണ് ചെയ്യുന്നതെന്ന് ഓർത്തോ. ഗ്രോ ബാഗിലാണ് ചെയ്യുന്നതെങ്കിൽ ഇതേപോലെ നമ്മൾ എടുത്തു വെച്ച പോട്രയിലെ സാധനം 2 ഈ തൈകൾ ഒരു ഗ്രോ ബാഗിൽ നടണം. നമ്മൾ ഈ 5 എണ്ണമൊക്കെ നട്ടെന്ന് പറഞ്ഞാൽ ചിലപ്പം അതിനകത്ത് 2 എണ്ണോ 3 എണ്ണോ ഒക്കെ നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വരുള്ളൂ. അത് മാത്രമേ എടുക്കാവുള്ളൂ. ഹെൽത്ത് ഇല്ലാത്തതെല്ലാം ഉപേക്ഷിക്കുക, അത് വളരട്ടെ എന്ന് നമ്മൾ നോക്കണ്ട. അപ്പം ഏറ്റവും ഗ്രോ ബാഗിൽ നമുക്ക് ചെയ്യാം. അപ്പം ഗ്രോ ബാഗിൽ നമ്മൾ ചെയ്യുമ്പം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോട്ടിംഗ് മിശ്രിതം തയ്യാറാക്കുക എന്നുള്ളതാണ് ആദ്യം. അതിന് ഗ്രോ ബാഗിൻ്റെ ഏറ്റവും അടിയിൽ നല്ല രീതിയിൽ പൊടിഞ്ഞ കുറച്ച് ചവറ് പൊടിഞ്ഞത് മണ്ണിൻ്റെ അടിയിൽ ഗ്രോ ബാഗിൻ്റെ അടിയിൽ നല്ല രീതിയിൽ ഇട്ട് കൊടുത്ത ശേഷം മണൽ അതുപോലെ തന്നെ നമ്മുടെ വളം ഇടുന്നത് 3:3:1 എന്നുള്ള റേഷ്യോയിൽ PH ബൂസ്റ്റർ, ഭൂമിത്ര, ബയോപവർ, ഇത് 3ഉം ബയോഗ്രീൻ, ഇവ 3ഉം മിക്സ് ചെയ്ത ആ കോമ്പോസ്റ്റിനും കൂടി ഈ ഗ്രോ ബാഗ് മുഴുവനും നിറയ്ക്കുക.
നിറച്ചിട്ട് 2 നമ്മുടെ തൈകൾ അവിടെ നടാവുന്നതാണ്. നട്ട ശേഷം നിർബന്ധമായിട്ടും പച്ചില കൊണ്ട് നമ്മൾ മൾച്ചിങ് കൊടുക്കണം. മൾച്ചിങ് അല്ല, പൊത കൊടുക്കണം. അത് കൊടുത്താൽ മാത്രമേ ഇഞ്ചിക്ക് നല്ല രീതിയിലുള്ള ഇത് വരത്തുള്ളൂ, വളർച്ച ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഇത്രയാണ് ഗ്രോ ബാഗിൽ നടേണ്ട രീതി. ഇനിയിപ്പം നമുക്കറിയാം ഇഞ്ചിയെ ബാധിക്കുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ രോഗമാണ് ചീയൽ. നമുക്കറിയാം ഇഞ്ചി പെട്ടെന്ന് നോക്കുമ്പോൾ തട ചീഞ്ഞ് ആ കണ്ട മുഴുവനും പഴുത്ത് നിൽക്കുന്ന കാഴ്ച കാണാം ഇല്ലേ? അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുതരം ഫംഗസാണ്. ഈ ഫംഗസ് ബാധ വരാതിരിക്കാനാണ് നമ്മൾ നിർബന്ധമായിട്ടും ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് സ്യൂഡോമോണസും അതേപോലെ ട്രൈക്കോകെയറും ഒക്കെ ഉപയോഗിക്കുക. ഞാൻ 2 തവണ വളം ഇടണം എന്ന് പറഞ്ഞു. ഈ വളം ഇടുന്നതോടൊപ്പം തന്നെ നമ്മൾ നിർബന്ധമായിട്ടും സ്യൂഡോഗ്രോ 5 ml 1 ലിറ്റർ വെള്ളം എന്നുള്ള റേഷ്യോയിൽ ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ. കാരണം ബാക്ടീരിയ വട്ടം ഇതിന് വളരെ കൂടുതലുള്ള ഒരു ക്രോപ്പാണ്. അതുകൊണ്ട് തന്നെ അത് നിർബന്ധമായിട്ട് കൊടുക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ ഇതിന് ഫംഗസ് ബാധ വരാതിരിക്കാനായിട്ട് നോക്കണം. ചീയൽ രോഗം പ്രധാനമായിട്ട് വരുന്നത് നല്ല രീതിയിലുള്ള മഴയുള്ളപ്പോഴാണ്. അപ്പം നമ്മൾ മഴയില്ലാത്തപ്പോഴാണെങ്കിലും നമ്മൾ അപ്പം തന്നെ അങ്ങ് നിർത്തുക. കാരണം ഏറ്റവും കൂടുതൽ ചീയലൊക്കെ വരുന്നത് അതായത് നീർവാർച്ച കുറവുള്ളപ്പോഴാണ്. നല്ല നീർവാർച്ച വേണം, പക്ഷെ വെള്ളം കെട്ടിക്കിടക്കുന്നതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നിർബന്ധമായിട്ട് അപ്പം തന്നെ നിർത്തുക എന്നുള്ളതാണ് ഫസ്റ്റ്. രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സ്യൂഡോഗ്രോ 5 ml 1 ലിറ്റർ വെള്ളം എന്നുള്ള റേഷ്യോയിൽ എടുത്തിട്ട് നല്ല രീതിയിൽ മണ്ണിൽ ഒഴിച്ചു കൊടുക്കുക. മൂന്നാമത് ചെയ്യേണ്ടത് ആദ്യമേ 1 or 2 ആണ് നമ്മളിത് കണ്ടതെന്ന് ഓർത്തോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ബ്ലീച്ചിങ് പൗഡർ 10 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ബ്ലീച്ചിങ് പൗഡർ എടുത്ത് ആ തടം നമ്മൾ പറിച്ച് മാറ്റുക. ഒരെണ്ണമൊക്കെ ആണെങ്കിൽ അത് അന്നേരം പറിച്ച് മാറ്റുക. എന്നിട്ട് ആ തടത്തിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ആ അണുബാധ നശിച്ചു പോകും. പിന്നെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് ആവർത്തന കൃഷി ഒരിക്കലും പാടില്ല. ഇതിന് നല്ല രീതിയിൽ മണ്ണിൽ നിന്ന് വളങ്ങൾ എടുക്കുന്ന ഒരു തരം ക്രോപ്പാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം ഈ തവണ നട്ട അവിടെ തന്നെ അടുത്ത തവണ നടാൻ പാടില്ല. അത് വിളപരിക്രമം നിർബന്ധമായിട്ടും വേണ്ട ഒന്നാണ്. അപ്പം ആദ്യത്തെ ഞാൻ പറഞ്ഞ ചീയൽ രോഗത്തിന് ഇതേപോലെ സമ്പുഷ്ടീകരിച്ച ട്രൈക്കോകെയർ കൊടുക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. അതോടൊപ്പം തന്നെ നമ്മൾ സ്യൂഡോഗ്രോയും കൊടുക്കുക. ഏറ്റവും കൂടുതലായിട്ട് വരുന്ന സമയത്താണെങ്കിൽ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ അത് തന്നെ കൊടുക്കേണ്ടിയിരിക്കുന്നു. പിന്നെ അടുത്തത് ബാക്ടീരിയ വാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീയലല്ല, ബാക്ടീരിയ വന്ന് അതിങ്ങനെ ചെടി മൊത്തത്തിൽ ഇങ്ങനെ വാടി നിൽക്കും പെട്ടെന്ന്. അതിനും ഇതുപോലെ തന്നെ നമ്മൾ കൊടുക്കേണ്ടത് സ്യൂഡോഗ്രോ തന്നെ. അത് 5 ml 1 ലിറ്റർ വെള്ളം എന്നുള്ള റേഷ്യോയിൽ ചെടികളുടെ മൊത്തത്തിൽ ഇട്ട് കൊടുക്കുക. അതോടൊപ്പം തന്നെ അതിനും 10 ഗ്രാം ബ്ലീച്ചിങ് പൗഡർ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് തടത്തിൽ എല്ലാം ഒഴിച്ചു കൊടുത്താൽ ബാക്ടീരിയ വട്ടം ഒരു പരിധി വരെ മാറും. പിന്നെ ആദ്യമായിട്ട് നമ്മൾ കാണുകയാണെങ്കിൽ ഒരെണ്ണത്തിനെയൊക്കെയാണ് കാണുക, അപ്പം തന്നെ അതിനെ പിഴുതു മാറ്റിക്കളയുക. അത് പടരാതിരിക്കാൻ അനുവദിക്കുക. അതാണ് ചെയ്യേണ്ടത്. അടുത്തത് തണ്ടുതുരപ്പനാണ്. തണ്ടുതുരപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തണ്ടിൻ്റെ അകത്ത് ഒരു തരം പുഴു വന്നിട്ട് തണ്ട് വാടി പോകുന്നതായിട്ട് നമ്മൾ കാണും. അപ്പം നമ്മൾ അതിനെ നോക്കിയിട്ട് എവിടെ നിന്നാണോ തണ്ടുതുരപ്പൻ തുടങ്ങുന്നത് അതിൻ്റെ അടി വെച്ച് ആ സ്റ്റെം തന്നെ മുറിച്ച് മാറ്റിയിട്ട് നമ്മൾ ഗ്രീൻ ഗാർഡിയൻ SPC ഗ്രീൻ ഗാർഡിയൻ 5 ml 1 ലിറ്റർ വെള്ളം എന്നുള്ള റേഷ്യോയിൽ എടുത്തിട്ട് ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതല്ലെങ്കിൽ വേപ്പെണ്ണ വെളുത്തുള്ളി എമൽഷൻ. നമുക്കറിയാം വേപ്പെണ്ണ 20 ഗ്രാം, വെളുത്തുള്ളി പൊളിച്ചത് ചതച്ച് പിഴിഞ്ഞ ജ്യൂസ് 20 ml, 20 ഗ്രാം ചതച്ച ജ്യൂസ്. അതോടൊപ്പം തന്നെ 5 ഗ്രാം ബാർ സോപ്പ്, അതല്ലെങ്കിൽ ഡിഷ് വാഷ് 5 ml. ഇതെല്ലാം നമ്മൾ 1 ലിറ്റർ വെള്ളത്തിൽ നല്ല രീതിയിൽ കുലുക്കിയിട്ട് അത് സ്പ്രേ ചെയ്ത് കൊടുക്കുക. തണ്ടുതുരപ്പനെ അങ്ങനെ നശിപ്പിക്കാനായിട്ട് സാധിക്കും. ഇതെല്ലാം പ്യുവറായിട്ടുള്ള ജൈവ രീതിയാണ്. ഓക്കെ, അടുത്ത രോഗമാണ് ശൽക്കകീടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ
അവസാന സമയത്ത് നമ്മുടെ ആദ്യഘട്ടത്തിലൊന്നുമില്ല, ഇത് അവസാന സമയത്ത് ഈ കാണ്ടത്തെ മുഴുവനും കാർന്ന് തിന്നുകയും അതിൻ്റെ ജ്യൂസ് വലിച്ച് കുടിക്കുകയും ചെയ്യുന്ന രോഗമാണ്. ഇതിനൊക്കെ നമ്മൾ കൊടുക്കേണ്ടത് വേപ്പൻ പിണ്ണാക്ക് ഇടയ്ക്ക് അതിൻ്റെ ഇടയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. മാത്രമല്ല ചാരം ഇടയ്ക്ക് ഇട്ട് കൊടുക്കുന്നതും ഇതിനെ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. അടുത്തത് ഇലതീനി പുഴുക്കളുണ്ട്. ഇലതീനി പുഴുക്കൾക്കും വേപ്പെണ്ണ വെളുത്തുള്ളി എമൽഷൻ തന്നെ ബെസ്റ്റ്. അതോടൊപ്പം തന്നെ SPC ഗ്രീൻ ഗാർഡിയൻ 5 ml 1 ലിറ്റർ വെള്ളം എന്നുള്ള റേഷ്യോയിൽ എടുത്തിട്ട് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. വേപ്പെണ്ണ വെളുത്തുള്ളി എമൽഷൻ തന്നെ ഏറ്റവും ബെസ്റ്റ്. പിന്നെ ഇലചുരുട്ടി പുഴുക്കളുണ്ട്. ഇലചുരുട്ടി പുഴുക്കൾ നമ്മൾ കാണുമ്പോൾ തന്നെ അതിനെ പിഴുത് ചവിട്ടി കൊന്നുകളയുക എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ഇതിന് വരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് നിമാവിരകൾ. നിമാവിരകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേരുകൾ നമ്മൾ നോക്കുമ്പോൾ ജട പിടിച്ച മാതിരി കൂട്ടിക്കെട്ടി ഇങ്ങനെ കിടക്കുന്ന പോലെ തോന്നും. അത് നിമാവിരകളുടെ ആക്രമണം. അതോടൊപ്പം തന്നെ വേരുകളുടെ അവിടെ ഇവിടെ ഒരു നൊഡ്യൂൾസ് പോലെ നമുക്ക് പയറിൻ്റെ വേരിൽ കാണുന്ന പോലെ മുഴകൾ കാണാം. ഇതെല്ലാം നിമാവിരകളാണ്. അപ്പോൾ ഇതിനും നമ്മൾ SPC നിമാഷീൽഡ് 5 ml 1 ലിറ്റർ വെള്ളം എന്നുള്ള റേഷ്യോയിൽ എടുത്തിട്ട് ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുക. അതോടൊപ്പം തന്നെ പറ്റുമെങ്കിൽ ആ കണ്ടത്തിൻ്റെ സൈഡിലും ഒഴിച്ചു കൊടുക്കുക.